Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിന്റെ ഹിന്ദി ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. എക്സാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം 8ാം ക്ലാസ്സിലെ ഹിന്ദി. ഇപ്പോൾ നിങ്ങൾക്ക് വാർഷിക പരീക്ഷ ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ച് തന്നെ, അതായത് അത് ക്വസ്റ്റ്യൻസ് കഴിയുന്നു, അതിനുശേഷം ആൻസേഴ്സ്, ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസേഴ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്നുകൂടി റിവൈസ് ചെയ്ത് പഠിച്ചിട്ട് എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം എല്ലാ ചാപ്റ്ററിൽ നിന്നും നമ്മളിതിൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിവിഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യ ചോദ്യം, സൂചന ബൈസൈക്കിൾ തീവ്സിൽ നിന്നുള്ള ചോദ്യമാണ്. ബൈസൈക്കിൾ തീവ്സ് ഫിൽമി ലേക്ക് ഈ അംശപ്പടി. അതിനുശേഷം നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അത് നിങ്ങൾ വായിച്ചു നോക്കുക, എന്താണ് ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ പാരഗ്രാഫും ഞാൻ വായിക്കില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള വലിയ പാരഗ്രാഫൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. ആദ്യ ചോദ്യം, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്നാണ്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. അന്തോണിയോ കെ നൗകരി കെ ലിയേ സൈക്കിൾ ചാഹിയേ. 2, അന്തോണിയോ കെ നൗകരി കെ ലിയേ സൈക്കിൾ നെഹി ചാഹിയേ. 3, അന്തോണിയോ की पत्नी मरिया को साइकिल चाहिए. 4th, സൈക്കിൾ की चोरी नहीं हो जाती है. ആൻസർ വരുന്നത് എ, ആദ്യത്തെയാണ്. അന്തോണിയോക്ക് നൗകരിക്ക് ലിയേ സൈക്കിൾ ചാഹിയേ. അന്തോണിയോക്ക് എന്താണ്, ജോലിക്ക് എന്ത് ആവശ്യമാണ്? സൈക്കിൾ ആവശ്യമാണ് അല്ലേ. അടുത്ത ചോദ്യം, യഹാ അന്തോണിയോ के परिवार की സ്ഥിതി കാ പതാ ചൽത്താ ഹൈ. അന്തോണിയോയുടെ ഫാമിലിയുടെ ഏത് അവസ്ഥയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ആൻസർ, അന്തോണിയോ പരിവാർ ബഹുത് ഗരീബ് താ. ഭയങ്കര പുവർ ആയിട്ടുള്ള പാവപ്പെട്ടൊരു ഫാമിലിയാണ്. ഉസെ കോയി നൗകരി ബി നഹി തി. അതായത് പ്രത്യേകിച്ച് ഒരു നൗകരി ഇല്ല, ജോലി ഇല്ല. നയി നൗകരിക്ക് ലിയേ സൈക്കിൾ കി ജറൂരത് തി. പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് സൈക്കിളിന്റെ ആവശ്യകതയുണ്ട്. ഉസ്കി പത്നിനെ ഘർ കാ സാമാൻ ബേച്ച്കർ ഉസ്കെ ലിയേ പൈസെ ചുട്ടായി. അപ്പൊ അയാളുടെ ഭാര്യ എന്ത് ചെയ്തു? ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വിറ്റു അല്ലേ. നമ്മുടെ ആക്രിക്കാർക്ക് കൊടുക്കുന്ന പോലെ അതെല്ലാം എടുത്ത് വിറ്റിട്ട് ആണ് എന്ത് ചെയ്തത്? പൈസ കണ്ടുപിടിച്ചത് സൈക്കിൾ വാങ്ങിക്കാൻ. അടുത്ത ചോദ്യം, അന്തോണിയോ കി ഉസ് ദിൻ കി ഡയറി ലിഖേ. അന്തോണിയോന്റെ ആ ദിവസത്തെ ഡയറി. അപ്പം നമുക്ക് ഡയറി എഴുതുമ്പോൾ ഒരു ദിവസവും ആ ഒരു ഡേ ആൻഡ് ഡേറ്റ് കൊടുക്കുക. आज मेरे लिए खुशी का दिन था, साथ ही दुख का भी. मुझे नई नौकरी मिली पर उसके लिए साइकिल की जरूरत थी. मेरी पत्नी ने घर का सामान बेचकर नई साइकिल के लिए पैसे छुटाए. आज मैं काम पर गया, कितनी खुशी थी मन में. सोचा कि मेरे परिवार की गरीबी खत्म हो जाएगी, मैं अपने परिवार वालों को अच्छा गाना गिलाऊंगा. पर आज ही मेरी साइकिल चोरी हो गई. मैंने अपने बेटे ब्रूनो के साथ हर जगह साइकिल की तलाश की, कहीं नहीं मिली. मैं कल काम पर कैसे जाऊंगा. അപ്പോൾ ഈ ഡയറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് സന്തോഷത്തിൻ്റെയും അതേപോലെ തന്നെ ദുഃഖത്തിൻ്റെയും ദിവസമായിരുന്നു. പുതിയ ജോലി കിട്ടി, പക്ഷേ ജോലിക്ക് പോകണമെങ്കിൽ സൈക്കിൾ വേണം. ഭാര്യ എവിടെ നിന്നൊക്കെയോ പൈസ സംഘടിപ്പിച്ചു അല്ലെ, ആ പഴയ സാധനങ്ങളെല്ലാം എടുത്ത് വിറ്റ് പൈസ കളക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ സൈക്കിൾ കിട്ടി. പക്ഷെ ആ സൈക്കിൾ എന്ത് ചെയ്തു? കാണാതെ മോഷ്ടാക്കൾ കൊണ്ടുപോയി അല്ലെ, അത് കാണാതെയായി. അപ്പോൾ പറയണം, ഞാൻ ഇനി എങ്ങനെ എൻ്റെ ഫാമിലീനെ നോക്കും, എങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കും, എങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ടെൻഷനാണ് അയാൾ ഈ ഡയറിയിൽ പറയുന്നത്. മകനും ഇയാളും കൂടിയിട്ട് സൈക്കിള് സെർച്ച് ചെയ്തു, കിട്ടിയില്ല. നാളെ വീണ്ടും സെർച്ച് ചെയ്യണം. അതുപോലെ തന്നെ നാളെ എങ്ങനെ ജോലിക്ക് പോകും, ഇങ്ങനെയുള്ള ടെൻഷൻസും അയാളുടെ വികാരങ്ങളുമാണ് അയാൾ ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, പേഡ് കവിതക്ക ഈ അംശപ്പടി. പേഡ് കവിതയിൽ നിന്നുള്ള ഈ ഒരു ലൈൻസ്, സ്റ്റാൻസസ് വായിക്കുക, തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നിങ്ങൾക്കറിയാലോ, പേഡ് തും പേഡ് നെഹി തും ദർജി, തുമ്നെ കിത്തനെ സിലെ ഗോസലെ കിത്തനി സിലി ഹവായി, ധൂപ് സിലി തോ ബിക്കർ ഗയി, കത്തരൻ കത്തരൻ ഛായായി. അപ്പൊ നാലാമത്തെ ചോദ്യം, കവിനെ യഹ പേഡ് കോ കിസ് റൂപ് മേ വർണ്ണൻ കിയാ ഹൈ. അപ്പോൾ ഇവിടെ നമ്മളെ മരത്തിനെ ഒരു തയ്യൽക്കാരനായിട്ട്, ദർജി ആയിട്ടാണ് പറയണത് അല്ലെ, ദർജി കെ.
അടുത്ത ചോദ്യം, പേട് കോ ക്യോം ദർജി കഹാ ഗയാ ഹൈ? മരത്തിന് എന്തുകൊണ്ടാണ് ഇവിടെ ദർജി എന്ന് പറയുന്നത്? ആൻസർ, ദർജി കപ്പടെ സിൽത്താ ഹൈ ഉസി പ്രകാർ ഹി പേട് പർ ഗോസലെ ദിഖ്തേ ഹൈ. അപ്പോൾ നമ്മളൊരു തയ്യൽക്കാരൻ അല്ലെങ്കിൽ ഈ സ്റ്റിച്ച് ചെയ്യണവരല്ലേ, ദർജി എന്ത് ചെയ്യുന്നുണ്ട്, അവരാണ് ഈ വസ്ത്രങ്ങൾ തുന്നി ചേർക്കുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് മരത്തിൽ എന്തുള്ളത്, മരത്തിൽ കൂടുകൾ കാണപ്പെടുന്നത്. അടുത്തതും പക്ഷിക്കൂടുകൾ കേട്ടോ. അടുത്ത ചോദ്യം, കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ ഇൻ പങ്ക്തിയോ കാ ആശയ ലിഖേ. അപ്പൊ തന്നിരിക്കുന്ന വരികളുടെ ആശയം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോയിട്രി ആണോ ഉള്ളത്, പോയിട്രിയുടെ മീനിങ്സ് അപ്രിസിയേഷൻ എന്തായാലും പഠിച്ചിട്ട് പോകുക. ഏതെങ്കിലും ഒരു പോയിട്രിയുടെ എഴുതാനുണ്ടായിരിക്കും. ലൈൻസ് തന്നിട്ട് തന്നെ ആയിരിക്കും, പക്ഷെ എങ്കിലും അത് പഠിച്ചു വെക്കുക. അപ്പോൾ ആൻസർ വരുന്നത് ശ്രീ സുശീൽ शुक्ला की कविता है पेड़. इसमें वे स्थापित करना चाहता है कि पेड़ का काम एक दर्जी के समान है. दर्जी सुंदर कपड़े सिलते हैं, उसी प्रकार पेड़ के घोंसलों को देखकर कवि कल्पना करते हैं कि पेड़ ने घोंसले सिले हैं. पेड़ हवाओं में प्राणवायु का संचार करता है. जब पेड़ पर धूप पड़ता है तो उसके नीचे छायाओं के टुकड़े बिखर जाते हैं. इन सब की तुलना करके कवि बताता है कि पेड़ एक दर्जी के समान काम करता है. यहाँ कवि पेड़ के महत्व को बताना चाहते हैं. प्रकृति के संतुलन को बनाए रखने के लिए पेड़ आवश्यक ही है. और क्वेश्चन ഉണ്ട്, നിങ്ങൾക്ക് അതല്ലെങ്കിൽ വേറെ ഒരു ചോദ്യമാണ്. പേട് കവിത കെ സന്ദേശ് പർ ലഘുലേഖ് ലിഖയാണ്. അതേ പേട് കവിത തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഒരു സന്ദേശം ഉൾപ്പെടുന്ന ഒരു ലഘുലേഖ തയ്യാറാക്കാനാണ്. അപ്പോൾ അവരുടെ തന്നിരിക്കുന്ന ഹിൻസ് വായിക്കാം. പേട് സെ ലാഭ്, മാനവ് സെ പേട് കാ സംബന്ധ്, പര്യാവരൺ കി സുരക്ഷ, പേട് കെ സംരക്ഷൺ കാ ദായിത്വ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നിങ്ങൾ ഒരു ലഘുലേഖയാണ് തയ്യാറാക്കേണ്ടത്. നമുക്ക് നോക്കാം. पेड़ से हमें ऑक्सीजन, फल, फूल, लकड़ी और औषधियाँ मिलती है. ये हमें छाया देते हैं, हवा को साफ करते हैं, मिट्टी के कटाव को रोकते हैं और वन्य जीवों को घर प्रदान करते हैं. इसके अलावा वे ध्वनि प्रदूषण कम करना और प्राकृतिक आपदाओं से बचाने में भी मदद करते हैं. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ഈ ഒരു ഹിൻസ് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. അപ്പം അതുപോലെ എത്ര മാർക്കിനാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണം ഇത് എഴുതണമെങ്കിൽ. അടുത്ത ചോദ്യം വരുന്നത്, നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്. ഹിൻഡ് ഒന്ന് വായിക്കാം, ശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. एक महिला ने अपनी बालकनी पर आकर कहा कि वे चल नहीं सकती है, इसलिए नहीं आ पाएंगी. ये सुनकर मैतियों ने वही खड़े होकर उनके लिए परफॉर्म किया. ക്വസ്റ്റ്യൻ വരുന്നത് സഹി വികൽപ്പ് ചുൻകർ ലിഖയാണ്. ഗ്രാമർ പോർഷനിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇവിടെ വേയും കായും വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ വേ പ്ലസ് കെ ഇങ്ങനെയുള്ളതാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് ഏത് എന്നാണ്. അപ്പോൾ രണ്ടാമത്തേതായ വേ പ്ലസ് കെ ഉൻകെയാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കോൻ ബാൽക്കണി പർ ആക്കർ കഹ, ആരാണ് ബാൽക്കണിയിൽ വന്നിട്ട് പറഞ്ഞത്? ഏക് മഹിള, ഒരു ലേഡിയാണ് അല്ലേ, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, इस संदर्भ के आधार पर महिला और मैदियों के बीच में हुई बातचीत लिखे എന്നാണ്. അപ്പോൾ ആ മഹിളയുടെയും മൈദയോന്റെയും ഇടയിൽ നടക്കുന്ന കോൺവെർസേഷൻ ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം മഹിളയാണ് പറയുന്നത്. സബ് ലോഗ് ആപ്കോ ഷോ കാ ന്യോത ദേത്തെ ഹെ, മൈദിയോ യേ തോ ഖുഷി കെ ബാത് ഹെ. മഹിള ജറൂർ. മൈദിയോ പറയണം, അഭി ഷോ ദേഖ്നെ ആയിയേ, നിങ്ങളും ആ ഷോ കാണാൻ വേണ്ടി വരൂ എന്ന് പറയുകയാണ്. മഹിള മേ ആ നഹി സക്തി, എനിക്ക് വരാൻ സാധിക്കില്ല. അപ്പം മൈദിയോ ചോദിക്കും ഏസേ ക്യോം, എന്തുകൊണ്ടാണ്? അപ്പം മഹിള പറയും മേ ചൽ നഹി സക്തി ഇസ്ലിയെ നഹി ആ പാവുങ്കി, എനിക്ക് നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് വരാൻ സാധിക്കില്ല. മൈദിയോ തോ ആപ്കെ ലിയെ മേ ഏക് കാം കറൂ, അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം. മഹിള ക്യാ ഹെ, എന്താണ്? അപ്പം മൈദിയോ ആപ്കെ ലിയെ മേ യഹി പെർഫോം കറൂങ്ക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ തന്നെ പെർഫോം ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി അഥവാ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. महिला इसी संदर्भ के आधार पर अपने मित्र को पत्र लिखता है, वह पत्र तैयार कीजिए എന്നാണ്. അപ്പോൾ ആ ഒരു ലേഡി ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് ലെറ്റർ എഴുതുകയാണ് അവരുടെ ഫ്രണ്ടിന്. അപ്പോൾ ആ ഒരു ലെറ്ററാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ലെറ്റർ എഴുതുമ്പോൾ ഉറപ്പായിട്ടും ഒരു പേര് വേണം. അപ്പം നമ്മൾ
ഇവിടെ സുശീല എന്നാക്കുക കേട്ടോ. हाउस नंबर 3 दिल्ली. അവരുടെ അഡ്രസ് കൊടുക്കുക. प्रिय मित्र तुम कैसे हो? मैं यहाँ ठीक हूँ. आपको मालूम है कि मैं चल नहीं सकता. मुझे मैदियों के शो के न्योता मिला पर मैं वहाँ शो देखना नहीं जाए क्योंकि मैं चल सकती हूँ. मैं चल सकती हूँ എന്നല്ല, मैं नहीं चल सकती എന്നാണ്. ഇവിടെ नहीं ना आका तो, लेकिन ये बात जानकर मैथियो वही गड़े होकर मेरे लिए परफॉर्म किया. ये तो मेरे लिए एक खुशी की बात है. तुम्हारे मित्र. ഇതുപോലെ ഒരു ലെറ്റർ തയ്യാറാക്കുക. അടുത്ത ചോദ്യം വരുന്നത് ഹാജിക്ക് കഹാനിയിൽ നിന്നുള്ള ഒരു 2 ലൈൻ തന്നിട്ടുണ്ട്. 1 साल 2 साल 3 साल पूरे 9 साल पर 9 महीने तक हाजी ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा जिसे एक सुबह उसने ट्रेन में बिठाकर विदा किया था. अब 10ാമത്തെ ചോദ്യം കോഷ്ട के शब्दों की सहायता से वाक्य विस्तार करें എന്നാണ്. വാക്യങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണ് തന്നിരിക്കുന്നത്. उसने विदा किया ആണ്. सुबह उसने विदा किया था. सुबह उसने ट्रेन में विदा किया था. सुबह उसने ट्रेन में बिठाकर विदा किया था. അടുത്ത ചോദ്യം पहचान कर लिखिए कि कौन सा विकल्प पूर्ण रूप से सही है. मैच द फॉलोइंग ആണ്. प्रोफेसर की पत्नी सर्दी गर्मी में हाजी. अपर्तदिल प्रोफेसर का इंतजार करता कब्र पर फूल चटाने आती है. हाजी को कोई फर्क नहीं पड़ा. ഇതൊന്ന് മാച്ച് ചെയ്യുക. ആദ്യം വരുന്നത് പ്രൊഫസർ की पत्नी ഖബ്ർ पर फूल चटाने आती है. പ്രൊഫസറുടെ ഭാര്യ അയാളുടെ ഗ്രേവ് യാർഡിൽ, അതായത് അയാളെ എവിടെയാണോ അടക്കിയിരിക്കുന്നത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പൂ വെക്കാൻ വേണ്ടി വരുന്നുണ്ട്. അടുത്ത സർദി ഗർമിമേ എന്താണ്, വെയിലത്തും മഴയത്തും എല്ലാം ഹാജിക്ക് ഒരു മാറ്റവും വന്നില്ല. ആ ഹാജി എന്ത് ചെയ്യാണ്, അവിടെ തന്നെ ഇരുന്നു അല്ലെ. ഹാജിക്കോ കോയി ഫർക്ക് നെഹി പടാ. ഹാജി പ്രൊഫസർ കാ ഇന്തസാർ കർത്താം, പ്രൊഫസറെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് മാച്ച് ചെയ്യേണ്ടത്. नेक्स्ट വരുന്നത് ലൂണ जूलिया लूणेलते ആണ്. लूना की रक्षा करने के लिए जूलिया 738 दिनों तक उस पेड़ पर ही रही. इस पर समाचार तैयार करें. ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഓൾമോസ്റ്റ് ഷുവർ ആണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓണം എക്സാമിനൊക്കെ റിലേറ്റ് ചെയ്ത് ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂലിയ ലൂണയിൽ നിന്നുള്ള ഒരു സമാചാർ പത്രമോ റപ്പട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും മാക്സിമം ചോദിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്തിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സ്ഥലത്തിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. 2 ഡോട്ട് ഇടുക. पेड़ पर लड़की ഒരു हेडिंग കൊടുക്കുക. पिछले 738 दिनों तक एक लड़की पेड़ के ऊपर बैठी है और पेड़ को काटने से मना कर रही है. पिछले एक दिन कुछ हट्टे कट्टे आदमी एक बड़े पेड़ को काटने पहुंचे, लेकिन एक लड़की ने उन्हें देख लिया. वह छट से पेड़ पर चढ़ गई और चिल्लाई, फिर एक शाखा पर जा बैठी. അടുത്തത് സയാനി ബുവയിൽ നിന്നുള്ളതാണ്. സയാനി ബുവ ശീർഷകി സാർത്ഥക പർ ടിപ്പണി ലിഖിയെന്നാണ്. അപ്പൊ സയാനി ബുവ ചാപ്റ്ററിൽ നിന്നുള്ള ആ ഒരു ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യണം, कैरेक्टर स्केच ആണ് സയാനി ബുവ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. सयानी बुआ कहानी का मुख्य पात्र. बुआ के वास्तविक नाम पर कोई पता नहीं. कहानी में कुल 4 पात्र है. बुआ, बुआ के पति, 5 साल की बेटी और बुआ के भाई की पुत्री. कहानी पढ़ने से पता चलता है कि बुआ की बेटी का नाम अन्नू है और किसी पात्र के नाम का उल्लेख कहानी में कहीं नहीं. सयानी बुआ का नाम वास्तव में सयानी था या उसकी सयानेपन का देखकर लोग उसे सयानी कहने लगे थे, यह नहीं जानते. इस कहानी का मुख्य पात्र सयानी बुआ है. कहानी का मुख्य विषय बुआ का व्यक्तित्व और व्यवहार तथा उससे होने वाली छोटी छोटी समस्याएं हैं. अक्सर कहानियों के लिए मुख्य पात्र का नाम शीर्षक के रूप में दिया जाता है. इस दृष्टि से सयानी बुआ शीर्षक सार्थक ही है. അപ്പോൾ ഇതിൽ ക്യാരക്ടർ സ്കെച്ച് അല്ല, സയാനി ബുവ എന്നുള്ള ആ ഒരു ഹെഡിങ് എത്രത്തോളം ഉചിതമാണെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സയാനുഭവിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും. അടുത്തത് മേരി മാ എന്ന കവിതയാണ് തന്നിരിക്കുന്നത്. ആ കവിതയിലെ ആ പോയട്രിയിലെ ലൈൻസ് നിങ്ങൾ വായിക്കുക. ചോദ്യം ഇതാണ്, പ്രസ്തുത കവിതയ്ക്ക് ആസ്വാദൻ ടിപ്പണി ലിഖിയെ. അപ്പോൾ മേരി മാ എന്നുള്ളതിൽ ആസ്വാദൻ ടിപ്പണിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
बेटे बहुत भावुक प्रकृति का है, जो उसके मन में है वह कहने में भी उसे कोई संकोच नहीं। वह बोलेपर से कहता है कि उसे अंधेरे से डर है। इस डर का प्रमुख कारण ये है कि उसकी माँ उसके पास नहीं। बेटा पढ़ाई के लिए दूर है, पर वह घर जाकर माँ से मिलना चाहता है। माँ के प्रति उसका प्यार अनुपम है। वह किसी भी हालत में माँ को दुख पहुंचाना नहीं चाहता है, इसलिए अपने डर को अपने मन में ही रहने देता है। पर वह सोचता है कि माँ सब कुछ जानती है। इस तरह बेटे का चरित्र हमारे मन को छूने वाला है. ആക്ച്വലി ഇത് എഴുതുമ്പോൾ മേരിമാ കവിത ആരാണ് എഴുതിയത്, ആ എഴുതിയ ആളുടെ ആദ്യത്തെ ലൈനിൽ നമ്മൾ എഴുതണം കേട്ടോ. മേരിമാ കവിത ഇസ്നെ ലിഖ എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേര് എഴുതിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ മീനിങ് എഴുതാൻ പാടുള്ളൂ. ഞാനിവിടെ അയാളുടെ പേര് എഴുതിയിട്ടില്ല. നിങ്ങൾ എപ്പോഴും ആ ഓഥറിൻ്റെ പേര് എഴുതിയിട്ട് വേണം ഒരു ആസ്വാദന ടിപ്പണി എഴുതി തുടങ്ങാൻ. അടുത്തത് और क्वेश्चन ആണ്. इन बातों के प्रसंग पर ईशान अवस्थी की डायरी कल्पना करके लिखिए. ആ ഒരു ബോയുടെ മേരിമാല ക്യാരക്ടറാണ്, ആ പയ്യനാണ്, ആ ബോയാണ് ഈശാൻ അവസ്ഥി. അവൻ്റെ ഡയറിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഒരു ഡേ ആൻഡ് ഡേറ്റ് കൊടുക്കുക. आज मुझे नींद नहीं आ रही है, लगातार मुझे माँ की याद आ रही है. माँ मुझसे कितनी दूर है, पर माँ को पता है कि माँ से अलग होने पर मैं कितना डरता हूँ. मुझे अंधेरे से भी डर होने लगता है. जब पापा मुझे झूला झुलाते थे तब भी मुझे डर लगता था. तब मैं यही सोचता कि माँ आकर मुझे पकड़ेगी. अपने डर को मैं कैसे माँ से बताता, इससे माँ निश्चय ही दुखी हो जाएगी. मैं हमेशा माँ के पास ही रहना चाहता हूँ. मैं कब वापस घर चला जा सकता हूँ, कौन जाने. അപ്പോൾ ഇതുപോലെ ഒരു ഡയറി തയ്യാറാക്കുക. അടുത്തതാണ് आपके स्कूल के फिल्मोत्सव में बाइसाइकिल तीव सिनेमा का प्रदर्शन होने वाला है, उसके लिए एक നോട്ടീസ് തയ്യാർ കരെ. അപ്പോൾ ഫിൽമോത്സവമാണ്, ബൈസൈക്കിൾ തീവ്സിൻ്റെ ഫിൽമോത്സവം നടക്കാൻ പോകും, അതിൻ്റെ പ്രദർശനം നടക്കാൻ പോവുകയാണ് സ്കൂളിൽ. അതിൻ്റെ നോട്ടീസാണ്. അപ്പോൾ നിങ്ങൾ ഫിൽമോത്സവം എന്നൊരു ഹെഡിങ് കൊടുക്കുക, സ്ഥാൻ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സഭാഗ്രഹം കൊടുക്കുക, GHSS എന്തെങ്കിലും കൊടുക്കുക, ഏതെങ്കിലും ഡിസ്ട്രിക്ട്സിൻ്റെ പേര് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ GHSS പാലക്കാട് എന്ന് കൊടുക്കാം. നിങ്ങൾ നിങ്ങളുടെ ജില്ലയുടെ പേര് കൊടുക്കുക. शाम को 4 बजे ഫിലിം ബൈസൈക്കിൾ തീവ്സ് ആണ്, സബ്കാ സ്വാഗത്, ടിക്കറ്റ് ആജ് ഹി ലേ ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ജില്ലയുടെ പേര് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അടുത്തത് ജൂലിയ और ലൂഡയിൽ നിന്നുള്ള തന്നെയാണ്. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിക്കുക. കബ് ആദ്മി ചുപ്ചാ വഹാ സെ ആനെ ലഗാ. आंसर 7:30 दिनों तक पेड़ काटने को इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. അടുത്തത് 5 जून विश्व पर्यावरण दिवस है, എൻവയോൺമെന്റ് ഡേ ആണ്, ജൂൺ 5. ഇസ് पर आधारित एक പോസ്റ്റർ തയ്യാർ കറി. ഇതിന് ഒരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജൂൺ 5 എന്ന് ഹെഡിങ് കൊടുക്കുക. വിശ്വ पर्यावरण दिवस, पेड़ प्रकृति का वरदान, पेड़ को न काटे, पेड़ लगाए, प्रकृति के संतुलन को बनाए रखे. അപ്പോൾ ഒരു പോസ്റ്റർ, ഒരു നോട്ടീസ്, ഒരു ഡയറി, ഒരു ലെറ്റർ, ഒരു റപ്പട്ട്, ഇങ്ങനെയുള്ളതെല്ലാം എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോർമാറ്റൊക്കെ നന്നായി തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ഒരു തവണയെങ്കിലും കണ്ട് റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.